ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ യാത്ര ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. രാവിലെ തന്നെ അമ്മാമ്മയാണെങ്കിൽ കുറച്ച് എന്നെ കുത്താനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അമുക്ക് വെച്ച് കൊടുത്തു. തമ്മിൽ പിണങ്ങി പോകല്ലേ പെട്ടെന്ന് പോയി ഒരുങ്ങിയിട്ട് വരും. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലും പ്ലസ് ഫോട്ടോ എടുക്കാനുമാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഫുള്ള് സെറ്റായിട്ടാണ് പോകുന്നത്. ഞാനിന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വയലറ്റ് ഡ്രസ്സും അതേ മാച്ചിങ് ആയിട്ടുള്ള വയലറ്റ് ബാൻഡും ആണ് കേട്ടോ. അപ്പോൾ എന്നെ കാണാൻ കൊള്ളാവോ ഗൈസ്? ഇന്ന് എനിക്ക് മാക്സിമം ഒരുങ്ങാൻ പറ്റുന്ന അത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് ഫോട്ടോ എടുക്കാനാണ് കേട്ടോ ആദ്യം പോകുന്നത്. അപ്പോൾ പനിയുടെ ലക്ഷണങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശുപത്രിയിലും ഒന്ന് കാണിക്കണം. അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഇതുപോലത്തെ നല്ല ഫാഷനായിട്ടുള്ള ചെടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോഴാണ് രണ്ടാൾക്കാർ എന്നെ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഓടിപ്പോയി ആളുമായിട്ട് ഞാൻ കമ്പനിയൊക്കെ ആയി. അതിന് ശേഷം നമ്മളൊക്കെ ഓട്ടോയിലാണ് കേട്ടോ ഇന്ന് പോകാനായിട്ട് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് നമ്മൾ സെറ്റായി. നമ്മൾ മൂന്നുപേരും കൂടെ പോവുകയാണ്. കുറച്ച് നേരം നമ്മൾ മുകളിൽ തന്നെ വെയിറ്റ് ചെയ്തു. നമ്മളാണെങ്കിൽ ഓട്ടോക്കാരനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നോണ്ട് തന്നെ നമ്മൾ മൂന്നുപേരും ചേർന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് നമ്മളുടെ ഓട്ടോ വന്ന് നമ്മളെല്ലാവരും കയറി നമ്മളങ്ങനെ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഗംഗാ സ്റ്റുഡിയോയിലാണ് പോകുന്നത്. ഞാൻ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് എങ്ങനെയായിരിക്കും ആ ഒരു ഫോട്ടോ വരുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പം നല്ല ഗട്ടറൊന്നും ഇല്ലാത്ത അടിപൊളി റോഡായിരുന്നു ഇവിടെ. നല്ല സ്മൂത്ത് ആയിരുന്നു പോവാൻ. അമ്മാമ്മയ്ക്ക് പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള കടയിൽ അവിടെ കുറച്ച് പൈസ കൊടുക്കണമായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തി നമ്മൾ ആ ഒരു കടയിൽ പൈസയൊക്കെ കൊടുത്തിട്ടാണ് നേരെ നമ്മൾ ഗംഗാ സ്റ്റുഡിയോയിൽ വന്നത്. അങ്ങനെ നമ്മൾ മൂന്നുപേരും ചെരുപ്പൊക്കെ വെളിയിൽ ഊരിയിട്ട് സെറ്റായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. ഞാനാണെങ്കിൽ അവിടുത്തെ എല്ലാ തരത്തിലുള്ള ഫോട്ടോസും നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ആൻറ്റി വിളിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനാണെങ്കിൽ അകത്ത് കയറി. ഞാൻ കണ്ണാടി ഊരി വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോ എടുത്ത. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഐനീലർ വരച്ചൊന്നും കാണത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ നേരെ ഹോസ്പിറ്റലൊക്കെ പോയി. അവിടെ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർക്കിന്ന് അതുപോലെ മരുന്ന് കൊടുക്കാനും ഇഞ്ചക്ഷൻ വയ്ക്കാനും ഒക്കെ ഉള്ള ദിവസമാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ടോക്കനൊക്കെ എടുത്ത് വെച്ചു. നമുക്കാണെങ്കിൽ 118ാമത്തെ ടോക്കനാണ് കേട്ടോ. ഇപ്പം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞാവയെ കണ്ടത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് കേട്ടോ നടന്നത്. നല്ല ക്യൂട്ടായിരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൻറ്റിമാർ വന്നു. അങ്ങനെ ഇത്തിരി തിരക്കായി. പിന്നെ കുറേ കൂടെ സമയം കഴിഞ്ഞപ്പോൾ അതിനെക്കാട്ടി അപ്പുറമായി കേട്ടോ. പിന്നെ ആണെങ്കിൽ അവിടെ ആൾക്കാർ കൂടി നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ആൻറ്റി ആണെങ്കിൽ എല്ലാവരും ഓട്ടിച്ച് വിട്ടു. ഓരോരുത്തരും ഓരോരോ പരിപാടികളായി. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം എഡിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് കറണ്ടൊക്കെ പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ കാണിച്ച് നമ്മൾ വെളിയിലിറങ്ങി. അപ്പോഴാണ് ഗായ്സ്, അപ്പോൾ നമുക്ക് ബിരിയാണി വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. അവിടെ ഒരു ആൻറ്റി ആണെങ്കിൽ വീട്ടിലുണ്ടാക്കിയ അതുപോലെ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ കൊതിയായി. അമ്മയടുത്ത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഓപ്പോസിറ്റ് ഞാൻ പോയിട്ട് ആൻറ്റിക്ക് ഇതുപോലെ പൈസ കൊടുത്തിട്ട്, ആൻറ്റി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പൈസ കൊടുത്ത് ബിരിയാണി വാങ്ങിച്ചു. നല്ല അത്യാവശ്യം നല്ല വണ്ടികളും ഒക്കെ പോയിട്ട് നല്ല ഇതായിരുന്നു. എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാനാണെങ്കിൽ ഇത്തിരി സമയം കിട്ടുമ്പോൾ ഞാൻ ഓടി. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ പറഞ്ഞ് അത് തന്നെ പെട്ടെന്ന് വാങ്ങിച്ചു തന്നു. പിന്നെ അമ്മാമ്മയ്ക്ക് കൂടെ നമ്മളാണെങ്കിൽ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. ഒരു ബിരിയാണിക്ക് 50 രൂപ വെച്ചാണ് ആൻറ്റി വിറ്റുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ എവിടെ പോയാലും പൈസ ചിലവാകുമായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ ചിലവായില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്നപ്പോഴാണ് ഞാൻ ബിരിയാണിയുടെ കേസ് പറഞ്ഞത്. അങ്ങനെ അതും പൈസ ചിലവായി. അടുത്തതായിട്ട് നമ്മളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് നമ്മൾ നേരെ അക്ഷയ സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ തന്ന കവറിനകത്ത് ഇതുപോലെ ഫോൺ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മാവ പെട്ടെന്ന് ഇതിനെ തുറന്നു നോക്കി. അങ്ങനെ നമ്മൾ എല്ലാം കൊണ്ട് നമ്മൾ നേരെ അക്ഷയ സെൻറ്ററിലോട്ട് അങ്ങ് കയറി കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ളും നല്ല ചെടികളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റും. നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ആമ്പൽ പൂവൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല വയലറ്റ് കളറിൽ കേട്ടോ. അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ ആ ഒരു ടാങ്കിനകത്ത് കുറച്ച് കുഞ്ഞു മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇടയിൽ കൂടെയാണ് ഇതുപോലെ സ്ഥലം വിട്ടിരിക്കുന്നത് നടക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ നടന്നപ്പോഴാണ് ഇടയിലാണെങ്കിൽ ഒരു ബുദ്ധൻ്റെ ഒരു സിമൻറ്റ് വെച്ചൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ടുള്ളൊരു ബുദ്ധൻ്റെ ഒരു പ്രതിമ ഉണ്ടത്. അപ്പോൾ
അപ്പോൾ തെങ്ങും തൈകളും അപ്പോൾ അതുപോലെ തന്നെ വാഴത്തൈകളും പിന്നെ ബാക്കിയുള്ള ഫാൻസി പ്ലാന്റ്സും ഒക്കെ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ഈ റെഡ് പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന പ്ലാന്റിനെ കണ്ടപ്പം ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ ഇതുപോലെ കോപ്പി എടുക്കാനായിട്ട് നമ്മൾ വീണ്ടും ഗംഗാ സ്റ്റുഡിയോയിൽ പോകണം കേട്ടോ. ഇത് റിയൽ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആക്കണം. ഇത് കിട്ടിയതിൻ്റെ സന്തോഷമാണ് അമ്മയൊക്കെ ഉള്ളത്. അങ്ങനെ ഗായ്സ് നമ്മളാണെങ്കിൽ സ്റ്റുഡിയോയിൽ പോയപ്പോഴാണ് എൻ്റെ ഫോട്ടോ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഫോട്ടോ എല്ലാം പ്രതീക്ഷിച്ചാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഫോട്ടോ അടിപൊളിയായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മളാണെങ്കിൽ അവിടെ നിന്ന് കോപ്പിയൊക്കെ എടുത്തു. അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളാണെങ്കിൽ വീണ്ടും ആട്ടയിൽ പോവുകയാണ് കേട്ടോ. ആശുപത്രിയിൽ വെച്ച് പനിയൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമലാണ്, പനിയൊന്നുമില്ല. BP ചെക്ക് ചെയ്തു, അതും കുഴപ്പമില്ല. പിന്നെ എനിക്കാണെങ്കിൽ മെഡിസിനും അതുപോലെ തന്നെ സിറപ്പും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. വഴിനീള ആൾക്കാരായിരുന്നു കേട്ടോ. ഓരോരോ ആൾക്കാർ ഓരോരോ ആവശ്യത്തിനായിട്ട് പൊക്കോണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തു. അപ്പോൾ അമ്മാമ്മയ്ക്കാണെങ്കിൽ കുറച്ച് പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഓട്ടോ ഒക്കെ നിർത്തി കടയിലൊക്കെ അമ്മാമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊന്ന് പാലും മാവും ഒക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മാമ്മ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാനും അമ്മയും ഓട്ടോയിൽ തന്നെയാണ് കേട്ടോ ഇരുന്നത്. പിന്നെ ഓരോ ആൾക്കാർ വന്ന് അവരവരുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അനിയത്തി ആണെങ്കിൽ ഇന്ന് നേരെ പതിവ് പോലെ തന്നെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് ഭയങ്കരമായിട്ട് വയ്യായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം ദൂരം നമ്മൾ യാത്ര ചെയ്തു. അപ്പോഴാണെങ്കിൽ വഴിയിൽ ഇതുപോലെ അന്യമാർ ബിരിയാണി വയ്ക്കുന്നതൊക്കെ വേറെ വേറെ സെപ്പറേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റൊക്കെ തൂക്കി അമ്മയും കൂടെ ഫ്രണ്ടിലന്ന് വന്നു. അങ്ങനെ ഞാൻ നേരെ ആ ഒരു ബിരിയാണി കവർ അമ്മാമ്മയെടുത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള 2 പൊതി എടുത്ത് ഫോണും ഒക്കെ എടുത്തിട്ട് എനിക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലത്തേക്ക് 2 പൊതി തന്നു. അപ്പോൾ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് പോയി അൺബോക്സ് ചെയ്ത് നോക്കാം. 100 രൂപയ്ക്കുള്ളതാണ് 2 എണ്ണം. ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാം. അല്ലാതുണ്ടെങ്കിൽ ഇത് പുതിയ ഡ്രസ്സാണ് കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ബിരിയാണി കഴിക്കുന്നത് കേട്ടോ. അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വിശപ്പൊക്കെ മാറി നമ്മളാണെങ്കിൽ ബിരിയാണിയൊക്കെ കഴിച്ച് തുടങ്ങി. അപ്പോൾ നല്ല ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ടായിരുന്നു. അച്ചാറും സലാഡും ഒക്കെ ആയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ബിരിയാണി ഞാനും അമ്മയായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഗൈസ് നമ്മളുടെ ബിരിയാണിയൊക്കെ അവസാനിച്ചു. 50 രൂപയ്ക്കുള്ളത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് അനിയത്തിക്കാണ് കേട്ടോ. അപ്പോൾ അനിയത്തി വരുമ്പോൾ അവളായിട്ടും കൂടെ കുറച്ച് കഴിക്കണം. അങ്ങനെ മുഖമൊക്കെ വാഷ് ചെയ്ത് നമ്മളാണെങ്കിൽ നേരെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് അപ്പാപ്പയാണ് ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് ഇതുപോലെ മുളവിൻ്റെ വലിയ ചെടിയാണെങ്കിൽ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ മുകളിൽ ഇനി നിർത്തിയാൽ പറ്റത്തില്ല, കാരണം നല്ല പൊക്കമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി അപ്പാപ്പയെ സഹായിച്ചു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ബിരിയാണി ആണെങ്കിൽ അപ്പാപ്പയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ വീട്ടുകാരൊക്കെ കഴിച്ചു. അങ്ങനെ അവർ ബക്കറ്റ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ബക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് പിന്നെ അവർ പ്ലാസ്റ്റിക് കവറും ഒന്നും എടുത്തു കൊടുക്കണം. അങ്ങനെ അതും കൂടെ എടുത്തു കൊടുത്തു. അങ്ങനെ ആ ഒരു സ്ഥലത്ത് ആ ഒരു മുളവിൻ്റെ തൈ ആണെങ്കിൽ നടാനാണ് അപ്പാപ്പയുടെ പ്ലാന്. അങ്ങനെ ആ ഒരു മുളവിൻ്റെ തൈ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു മണ്ണ് ഒഴിച്ച് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മാമ്മയാണെങ്കിൽ ഇതെന്താണെന്ന് അറിയാതെ കുറേ നേരം നോക്കി നിന്നു. അങ്ങനെ അമ്മാമ്മയെ വന്ന് സഹായിച്ച്. ഗൈസ് അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് അനിയത്തിയൊക്കെ വന്ന് അനിയത്തി ബിരിയാണിയൊക്കെ ഉഷാറായിട്ട് കഴിച്ച് നമ്മളിനി അടുത്ത് ഒരു ചലഞ്ച് വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ കമൻറ്റിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചലഞ്ച് വീഡിയോ ഇടാനായിട്ട്. ഇന്ന് നമ്മൾ ആ ഒരു വീഡിയോയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇനി വൈകിട്ടാണെങ്കിൽ നമ്മൾ നേരെ ബ്രെഡ് ജാമും തേച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ പഴം 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദാഹം വരുന്നുണ്ടെങ്കിൽ കുടിക്കാനായിട്ട് പാലും പിന്നെ അതുപോലെ തന്നെ ബറോട്ടയും ചിക്കനും ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ബെഞ്ചിലാണെങ്കിൽ നേരെ ഒരുക്കി അങ്ങ് വച്ചു. അങ്ങനെ നമ്മൾ ചലഞ്ച് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം. പെറോട്ടയും ചിക്കനും ഒക്കെ വച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഇതുപോലെ തക്കാളി കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ചലഞ്ച് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് ആവണമല്ലോ. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ചലഞ്ച് വീഡിയോയിലോട്ട് പോവാം. ഒരുപാട് പേര് കാത്തിരുന്ന് കിട്ടിയ ഒരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ അനിയത്തി കൂടെ വിളിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം.
അപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെ ചലഞ്ച് വീഡിയോ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റ് സ്റ്റോൺ പേപ്പർ സിസർ കളിക്കും. അപ്പോൾ അതിലാണെങ്കിൽ ജയിക്കുന്ന ആളാണ് തോക്കുന്ന ആളാണ് ഓടിപ്പോയി അവിടെ കഥ ഉണ്ട്. അപ്പോൾ കഥയിൽ പോയി ടച്ച് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുത്തെ ഫുഡ് ഏകദേശം കഴിക്കണം. അപ്പോൾ അതാണ് ചലഞ്ച്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോൺ പേപ്പർ സിസർ, സ്റ്റോൺ പേപ്പർ സിസർ. അയ്യോ Stone, paper, scissors. Wait. Stone, paper, scissors. Stone, paper, scissors. Stone, paper, scissors. പെട്ടെന്ന് അങ്ങോട്ട്. അങ്ങനെ ആദ്യത്തെ തവണ 3 തവണ എനിക്കാണ് കിട്ടിയത്. അതിനുശേഷം അനിയത്തിക്ക് ഒരു ചാൻസ് കിട്ടി. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. പെട്ടെന്ന് തിന്നെ. സ്റ്റോൺ പേപ്പർ സിസർ. അതിനുശേഷം നമ്മൾ മാറിയിരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ഫസ്റ്റ് തന്നെ ബ്രെഡും ജാമും ഒക്കെ എടുത്ത് കഴിച്ചു. സ്റ്റോൺ പേപ്പർ സിസർ. അതൊക്കെ വീഡിയോ. Stone, paper, scissor. Stone, paper, scissor. ബ്രെഡൊക്കെ തിന്ന്. ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് വൈകിട്ടൊന്ന് ചലഞ്ച് എടുത്തതാണ് കേട്ടോ. വലിയൊരു കണ്ടന്റ് നമുക്ക് വേണമെങ്കിൽ ഈ കമന്റ് ഇട്ടാൽ നമ്മൾ ഇടുന്നതാണ്. അതൊക്കെ പറ്റും. Stone, paper, scissor. അപ്പോൾ ഈ പ്ലേറ്റ് ഫുൾ ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 പ്ലേറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതിൽ ചലഞ്ച് ചെയ്യാം. സ്റ്റോൺ പേപ്പർ സിസർ, സ്റ്റോൺ പേപ്പർ സിസർ. Stone paper scissors. 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 കുറേ തവണ നമ്മൾ 2 സെയിം പോലെയാണ് കേട്ടോ വച്ചുകൊണ്ടിരുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും കഴിക്കാനായിട്ട് തുടങ്ങി. കല്ലേ. Stone paper scissors. Stone paper scissors. അമ്മ എന്തിനാണ് ടോർച്ചിലേക്ക് അടിക്കുന്നത്? Who is the winner? അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.